ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ പ്രൊഹിബിറ്ററി ഏരിയാസ് ഓഫ് ഇസ്ലാമിക് ഫിനാൻസ്. ഇസ്ലാമിക് ഫിനാൻസിൽ ചില കാര്യങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അവയാണ് റിബ, ഗരാർ, മൈസിർ പോലുള്ള കാര്യങ്ങൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിബ എന്നുള്ള എലമെൻറ്റിനെ കുറിച്ചാണ്. റിബ മീൻസ് യൂഷ്വറി ഓർ ഇൻട്രസ്റ്റ്. ഇറ്റ് മീൻസ് എനി എക്സസ് ഓർ പ്രീമിയം ചാർജ്ഡ് ഓൺ മണി ലെൻഡ്. നമ്മളൊരു വ്യക്തിക്ക് ക്യാഷ് കടമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വാങ്ങുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് ഒരു എമൗണ്ട് കൂടെ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് റിബ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദി എക്സസ് ക്യാൻ ബി ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി ഓർ ഇൻ ടേംസ് ഓഫ് ടാഞ്ചിബിൾ തിങ് ഓർ ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്വാണ്ടിറ്റിയിൽ, അതായത് കൂടുതൽ എമൗണ്ട് വാങ്ങുക എന്നുള്ളതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് ക്വാളിറ്റിയുടെ കേസിലും ഇൻട്രസ്റ്റ് വാങ്ങുന്നവരുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പേഴ്സണ് 50,000 എമൗണ്ട് ലോണായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ വാങ്ങുന്ന സമയത്ത് ഒരു 10,000 അധികം വാങ്ങുന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ആയിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് ആണ്. അത് ക്വാണ്ടിറ്റി ടേംസിലാണ് അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് വാങ്ങിയിട്ടുള്ളത്, എമൗണ്ടിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് വാങ്ങിയിട്ടുള്ളത്. 50,000 ആണ് നമ്മൾ കൊടുത്തത്, തിരിച്ച് റിട്ടേൺ വാങ്ങിയ സമയത്ത് 60,000 വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 10,000 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതാണ് ക്വാണ്ടിറ്റിയിൽ ഇൻട്രസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നത്. ക്വാളിറ്റിയിൽ എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ 10 കിലോഗ്രാം റൈസ്, 10 കിലോഗ്രാം അരിയാണ് നമ്മൾ ഒരാൾക്ക് കടമായിട്ട് കൊടുത്തത്. തിരിച്ച് വാങ്ങുന്ന സമയത്ത് അതേ അളവിൽ തന്നെയാണ് അരി നമ്മൾ വാങ്ങുന്നത്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയിൽ നമ്മൾ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ, കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് ഇതിനേക്കാൾ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ അരി തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ അത് ഇൻട്രസ്റ്റ് ആണ്. ക്വാളിറ്റി ടേംസിലാണ് അവിടെ ഇൻട്രസ്റ്റ് വാങ്ങിയിട്ടുള്ളത്. ഇനി റിബ എന്ന് പറയുമ്പോൾ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ബെനിഫിറ്റിൻ്റെ കേസിലും റിബ ആയിട്ട് വരും. നമ്മൾ ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് അധികമായിട്ടൊരു സേവനം, അധികമായിട്ടൊരു സർവീസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനും റിബ എന്ന് തന്നെയാണ് പറയുന്നത്. റിബ ഓൾസോ പ്രൊഹിബിറ്റഡ് ബൈ certain other religions such as ജൂതിസം, ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം. അപ്പോൾ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഇസ്ലാമിൽ മാത്രമല്ല പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത്, ബാക്കിയുള്ള മതങ്ങളിലും റിബ അതായത് ഇൻട്രസ്റ്റ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾസ് ആണ് ജൂതിസം, ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം. ഇങ്ങനെയുള്ള മതങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് എന്നുള്ള എലമെൻറ്റിനെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറീസ് ഓഫ് റിബ. റിബയെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ റിബ അൽ ബുയു, സെക്കൻഡ് വൺ റിബ അൽ ദെയ്ൻ. റിബ അൽ ബുയു മീൻസ് അൺലോഫുൾ ഗെയിൻ ഓൺ ട്രേഡ് ട്രാൻസാക്ഷൻ. ഒരു ട്രേഡ് നടത്തുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ടൊരു ബെനിഫിറ്റ്, എക്സ്ട്രാ ആയിട്ടൊരു ഗെയിൻ നേടുന്നുണ്ടെങ്കിൽ അതാണ് റിബ അൽ ബുയു. റിബ അൽ ദെയ്ൻ മീൻസ് സർപ്ലസ് ഏൺഡ് ഓവർ ഓർ എബവ് ലോൺ എമൗണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്യാഷായിട്ട്, ലോണായിട്ട് ഒരാൾക്ക് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ലോൺ തിരിച്ച് വാങ്ങുന്ന സമയത്ത് എക്സ്ട്രാ എമൗണ്ട് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് റിബ അൽ ദെയ്ൻ. റിബ അൽ ബുയുവിനെ വീണ്ടും നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുകയാണ്. റിബ അൽ ഫാദിൽ, റിബ അൽ നാസിയ. റിബ അൽ ഫാദിൽ കൺസേൺഡ് വിത്ത് ദി എക്സസ് റിസീവ്ഡ് വൈൽ ട്രേഡിംഗ് വിത്ത് 6 particular items, that is gold, silver, dates, rice, wheat and barley. These items are called ribawi items. റിബ അൽ ഫാദിൽ എന്ന് പറഞ്ഞാൽ 6 ഐറ്റംസ്, ഗോൾഡ്, സിൽവർ, ഡേറ്റ്സ്, റൈസ്, വീറ്റ്, ബാർലി, ഈ 6 ഐറ്റംസ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ ഒരു 10 കിലോഗ്രാം അരി കടമായിട്ട് കൊടുത്തു, അത് തിരിച്ച് വാങ്ങുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ അളവിൽ, 10 എന്നുള്ളത് ഒരു 15 കിലോഗ്രാം അരിയാണ് നമ്മൾ തിരിച്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനാണ് റിബ അൽ ഫാദിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 ഐറ്റംസിൻ്റെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ 6 ഐറ്റംസ് ഒരാൾക്ക് കടമായിട്ട് കൊടുത്തിട്ട് ആ ഐറ്റംസ് റിട്ടേൺ വാങ്ങുന്ന സമയത്ത് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് റിബ അൽ ഫാദിൽ. അപ്പോൾ ഗോൾഡിൻ്റെ കേസാണെങ്കിലും നമ്മൾ ഒരു 5 പവൻ ഗോൾഡ് കടമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ വാങ്ങുന്ന സമയത്ത് ഒരു പവൻ അധികമായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതും റിബ അൽ ഫാദിലാണ്. അപ്പോൾ ഈ 6 ഐറ്റംസിനെ പറയുന്ന പേരാണ് റിബാവി ഐറ്റംസ്. Riba al-Fadl originate when a ribawi item is exchanged for the same item in an unequal amount.
റിബാവി ഐറ്റംസ് ആയിട്ടുള്ള ഈ 6 ഐറ്റംസിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ച് വാങ്ങുമ്പോൾ അധികമായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിബ അൽ ഫാദിൽ എന്ന് പറയുന്നത്. റിബ അൽ ബുയൂയിലെ രണ്ടാമത്തെ ടൈപ്പ് റിബയാണ് റിബ അൽ നാസിയ. It is concerned with the interest received by a creditor from a debtor on loan amount paid. റിബ അൽ നാസിയ എന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് നടത്തുന്ന സമയത്ത് പലപ്പോഴും കടമായിട്ട് ഗുഡ്സ് സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ കടമായിട്ട് ഗുഡ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ എമൗണ്ട് തിരിച്ച് വാങ്ങുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് ക്രെഡിറ്റർ ഡെപ്റ്റർ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെയാണ് റിബ അൽ നാസിയ എന്ന് പറയുന്നത്. ട്രേഡ് നടക്കുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റിനാണ് സാധനങ്ങൾ വിൽക്കുന്നത് എങ്കിൽ അവിടെ ഒരു ഡെപ്റ്ററും ഒരു ക്രെഡിറ്ററും ഉണ്ടാവും. അപ്പോൾ ഈ ഡെപ്റ്റർ ക്യാഷ് തരുന്ന സമയത്ത് ആ പ്രോഡക്ട്സിന് ആക്ച്വൽ എമൗണ്ടിനേക്കാൾ കൂടുതലായിട്ടുള്ള എമൗണ്ട് നമ്മൾ ഡെപ്റ്റർ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെയാണ് റിബ അൽ നാസിയ എന്ന് പറയുന്നത്. അപ്പോൾ റിബ അൽ ഫാദിലും റിബ അൽ നാസിയും റിബ അൽ ബുയൂൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ട്രേഡ് നടത്തുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് റിബ അൽ ബുയൂ. റിബ അൽ ഫാദിൽ എന്ന് പറയുമ്പോൾ ഈ 6 ഐറ്റംസ്, അതായത് റിബാവി ഐറ്റംസിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ കടമായിട്ട് കൊടുത്തു, തിരിച്ച് റിട്ടേൺ ആയിട്ട് വാങ്ങുന്നതും അതേ ഐറ്റം തന്നെയാണ്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ അളവിലാണ് നമ്മൾ ആ ഐറ്റം വാങ്ങുന്നതെങ്കിൽ അതിനെയാണ് റിബ അൽ ഫാദിൽ. റിബ അൽ നാസിയ എന്ന് പറയുമ്പോൾ ട്രേഡ് നടക്കുന്നത് ഒരു ക്രെഡിറ്റിലാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് ഡെപ്റ്റർ ക്രെഡിറ്റർക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എക്സ്ട്രാ എമൗണ്ട് പ്രോഡക്റ്റിൻ്റെ ആക്ച്വൽ എമൗണ്ടിനേക്കാൾ കൂടുതലായിട്ടുള്ള പ്രൈസ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് റിബ അൽ നാസിയ എന്ന് പറയുന്നത്. റിബ അൽ നാസിയ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. സപ്പോസ് ജോൺ വാണ്ട്സ് 100 kilogram dates ഫ്രം പീറ്റർ ആൻഡ് പീറ്റർ അഗ്രീസ് ടു give it to him on condition that John will pay 120 kilogram dates if he is going to give him back at a later date. ജോൺ പീറ്ററിൻ്റെ കയ്യിൽ നിന്ന് 100 kilogram ഡേറ്റ്സ് ആവശ്യപ്പെടുന്നുണ്ട്. 100 kilogram ഡേറ്റ്സ് കാരക്ക പീറ്ററിൻ്റെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പീറ്റർ പറയാണ് 100 kilogram ഡേറ്റ്സ് തരാം, പക്ഷേ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത് 120 kilogram ആയിരിക്കണം, അതായത് 120 kilogram ഡേറ്റ്സ് തരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ടേം ശ്രദ്ധിക്കുക, ലേറ്റർ ഡേറ്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം തന്നെ അയാൾ റിട്ടേൺ ചെയ്യുന്നില്ല, ലേറ്റ് ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പം തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഈടാക്കൂല. 100 kilogramന് 100 kilogram തന്നെയാണ് റിട്ടേൺ വാങ്ങുക. പക്ഷേ ലേറ്റ് ആയിട്ടാണ് ഇയാൾ റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് കൂടുതൽ വാങ്ങാൻ അയാൾ ഉദ്ദേശിക്കുന്നുണ്ട്, അയാളൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ലേറ്റായിട്ട് തരുന്നത് കൊണ്ട് അയാൾ കൂടുതലായിട്ട് വാങ്ങുന്ന 20 kilogram ഡേറ്റ്സ് ആണ് ഇവിടെ റിബ അൽ നാസിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിബ അൽ ഫാദിൽ എന്ന് പറയുമ്പോൾ 100 kilogram ഡേറ്റ്സ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണ്, അതിന് പകരം നമ്മൾ 120 kilogram ഡേറ്റ്സ് ആ ഒരു സമയത്ത് തന്നെ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിബ അൽ ഫാദിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ റിബ അൽ നാസിയ എന്ന് പറയുമ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ വാങ്ങുന്നില്ല, ലേറ്റായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വാങ്ങുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് റിബ അൽ നാസിയ. ഇപ്പോൾ റിബ അൽ ബുയൂൻ്റെ അണ്ടറിൽ വരുന്ന 2 ടൈപ്പ് റിബയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, റിബ അൽ ഫാദിലും റിബ അൽ നാസിയയും. ഇപ്പോൾ റിബ അൽ ബുയൂയിൽ വരുന്നത് റിബാവി ഐറ്റംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻട്രസ്റ്റ് ആണ്. ആ 6 ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഐറ്റംസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പം ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് തിരിച്ച് റിട്ടേൺ വാങ്ങുന്നുണ്ടെങ്കിൽ അതാണ് റിബ അൽ ഫാദിൽ. പക്ഷേ റിബ അൽ നാസിയൻ്റെ കേസിൽ ഓൺ ദി സ്പോട്ടിൽ ആണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് വാങ്ങുന്നില്ല, ലേറ്റ് ആയിട്ടാണ് അയാൾ റിട്ടേൺ തരുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതാണ് റിബ അൽ നാസിയ. ഇനി റിബയുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള റിബ അൽ ദൈൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി സർപ്ലസ് ഏൺഡ് ഓവർ ഓർ എബോവ് ദി ലോൺ എമൗണ്ട്. നമ്മൾ ലോൺ കൊടുക്കുന്ന സമയത്ത് ആ ലോണ് തിരിച്ച് വാങ്ങുമ്പോൾ എക്സ്ട്രാ ആയിട്ട് എമൗണ്ട് ചാർജ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് റിബ അൽ ദൈൻ. സാധാരണ നമ്മൾ പറയുന്ന ഇൻട്രസ്റ്റ് തന്നെ 10,000 rupees ലോണായിട്ട് കൊടുത്തു, തിരിച്ച് റിട്ടേൺ ആയിട്ട് നമ്മൾ ഒരു 20,000 വാങ്ങുന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ ആയിട്ടുള്ള ബെനിഫിറ്റാണ് അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നോർമലി പെർസെൻറ്റേജിലൊക്കെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഈടാക്കാറുള്ളത്.
അപ്പോൾ റിബ അൽ ദൈനിൻ്റെ അണ്ടറിൽ വരുന്നതാണ് റിബ അൽ ഖർദ്, അതുപോലെ റിബ അൽ ജാഹിലിയ. റിബ അൽ ഖർദ്, it is the extra amount charged on principal of the loan. It originates out of the lending and borrowing. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നമ്മൾ ലോൺ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലോൺ വാങ്ങുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് ചാർജ് ചെയ്യപ്പെടുന്ന എമൗണ്ടിനെയാണ് റിബ അൽ ഖർദ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മിസ്റ്റർ എ ബോറോഡ് 1000 ഫ്രം സെഡ് ഓൺ 10% ഇൻട്രസ്റ്റ് പെർ ഇയർ. അപ്പോൺ മെച്യൂരിറ്റി എ വിൽ പേ 1100 ടു സെഡ്. അപ്പോൾ എ എന്നുള്ള പേഴ്സൺ 1000 രൂപ സെഡ് എന്നുള്ള പേഴ്സൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നുണ്ട്. 10% ഇയർലി ഇൻട്രസ്റ്റ്. അപ്പോൾ മെച്യൂരിറ്റി ഡേറ്റിൽ പിന്നീട് എ തിരിച്ച് നൽകേണ്ടത് 1100 ആണ്. അതായത് 1000ൻ്റെ കൂടെ 10% 100 ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് 1100 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നോർമലി നമുക്ക് അറിയാവുന്ന ഒരു ടൈപ്പ് ഇൻട്രസ്റ്റ്, അതിനാണ് റിബ അൽ ഖർദ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് റിബ അൽ ജാഹിലിയ. It occurs when a loan contract is made or at rescheduling a previous debt. It constituted a penalty imposed on delinquent debt repayment or default, where lenders then used to double the amount of debt outstanding if payment was not paid on time. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ എന്നുള്ള വ്യക്തി ബി എന്നുള്ള വ്യക്തിക്ക് ഒരു 10,000 rupees കടമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിസംബർ 5 അത് റിട്ടേൺ ആയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഡിസംബർ 5 ആവുന്ന സമയത്ത് ഈ ലെൻഡർക്ക്, അതായത് എക്ക് ബിയോട് ചോദിക്കാം, ഈ സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്കത് റിട്ടേൺ ആയിട്ട് തരാം, അതല്ലെങ്കിൽ ടൈം നീട്ടിത്തരാം, പക്ഷേ ഇതിൻ്റെ ഡബിൾ ആയിട്ടുള്ള എമൗണ്ട് തിരിച്ചു തരേണ്ടി വരും. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ റിബ അൽ ജാഹിലിയ എന്ന് പറയുന്നത്. ഈ ഡിസംബർ 5 തന്നെ ഇയാൾ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് ഈടാക്കുന്നതല്ല. അതല്ല, അയാൾക്ക് ടൈം കൂടുതലായിട്ട് അനുവദിച്ച് നൽകണമെങ്കിൽ ഇവിടെ എക്സ്ട്രാ ആയിട്ടുള്ള എമൗണ്ട് ഈടാക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ റിബ അൽ ജാഹിലിയ എന്ന് പറയുന്നത്. അപ്പോൾ റിബ അൽ ദൈനിൽ വരുന്ന 2 ടൈപ്പ് റിബയാണ്, റിബ അൽ ഖർദും റിബ അൽ ജാഹിലിയയും. രണ്ടും ലോണുമായിട്ട് ബന്ധപ്പെട്ട്, ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടൈപ്പ് റിബയാണ്, ഇൻട്രസ്റ്റ് ആണ്. ആദ്യത്തെ കേസ് റിബ അൽ ഖർദ് എന്ന് പറയുമ്പോൾ സാധാരണ ഇൻട്രസ്റ്റ്, നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പറയാണ് ഇത്ര % ഇൻട്രസ്റ്റ് ഉണ്ട്, റിട്ടേൺ തരുന്ന സമയത്ത് ഈ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് വേണം തരാൻ. ആ ഒരു കേസാണ് റിബ അൽ ഖർദ്. റിബ അൽ ജാഹിലിയ എന്ന് പറയുമ്പോൾ നമ്മൾ കടമായിട്ട് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നില്ല. ആ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ഈ കടം വാങ്ങിയ വ്യക്തിക്ക് തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, അയാൾ കൂടുതൽ ടൈം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ആയിട്ട് കൊടുത്ത ടൈമിന് പകരമായിട്ട് അധികം എമൗണ്ട് ചാർജ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് റിബ അൽ ജാഹിലിയ.